ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകാന്ത് ശ്രുതിനോട് പറയുന്നുണ്ടല്ലോ, ശ്രുതി ആൻ്റണിയുടെ കയ്യിൽ നിന്നും പലിശക്ക് പൈസ മേടിച്ച കാര്യം. ശ്രുതി ഇത് വിശ്വസിക്കുന്നില്ല. ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇത് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ അനിയൻ അവിടെ ആൻ്റണിയുടെ ഓഫീസിലല്ലേ വർക്ക് ചെയ്തിരുന്നത്, ശരത്താ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൂട്ടത്തിൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഒരു ഉപദേശവും കൂടി കൊടുക്കുന്നുണ്ട്. തെറ്റായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ശ്രുതി ചേച്ചിയും ശ്രുതിച്ചേട്ടനും പൈസ പലിശയ്ക്ക് മേടിക്കുന്നത്. അവനൊരു ഗുണ്ടയാടാ, അവൻ്റെ അടുത്തൊന്നും മേടിക്കല്ലേ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഭയങ്കര പുച്ഛഭാവത്തോടെ പറയുന്നുണ്ട്, ആൻ്റണി ഒരു ഗുണ്ടയാണെന്ന് അറിഞ്ഞിട്ടാണോ ഇവൻ്റെ അനിയൻ അവിടെ അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഇവൻ്റെ അനിയൻ തന്നെ ഒരു കള്ളൻ, അവൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എടാ ആൻ്റണി ഗുണ്ടയാണെന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതൊക്കെ പോട്ടെ, നിന്റെ ഭാര്യ ഇങ്ങനെ പലിശക്ക് പൈസ കടം മേടിച്ച കാര്യം നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യമാണ് ആൻ്റണിയുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിരിക്കുന്നത് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ഭാര്യ ശരിക്കും കോടീശ്വരി തന്നെയാണോടാ? കോടീശ്വരന്മാരുടെ മക്കളൊക്കെ ഇങ്ങനെ കടം മേടിക്കോ? ആദ്യം നിന്റെ ഭാര്യ ഒരു കോടീശ്വരിയാണോ എന്ന് പോയി പരിശോധിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ അതിലിത്ര സംശയം എൻ്റെ ഭാര്യ കോടീശ്വരിയാണെന്നുള്ള കാര്യത്തിൽ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ലടാ, പൊതുവെ ഈ കോടീശ്വരന്മാരുടെ മക്കളൊന്നും ഇങ്ങനെ കടമൊന്നും മേടിക്കില്ല. കടം മേടിച്ചാൽ തന്നെ ഇതുപോലുള്ള ഗുണ്ടകളുടെ കയ്യിൽ നിന്നും മേടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ആദ്യം പോയി അത് ചെക്ക് ചെയ്യുന്നൊക്കെ പറയുവാണ്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോൾ സംശയമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ലേ. നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി, പോയി നിങ്ങളുടെ പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തോട്ട് പോവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് സച്ചിനോട് പറയുന്നുണ്ട്, ഇവൻ്റെ നല്ലതിന് വേണ്ടി പറഞ്ഞപ്പോൾ ഇവൻ എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവൻ്റെ സ്വഭാവം നിനക്കറിയാലോടാ, നീ നോക്കിക്കോ, ഇനി ഈ പാലറട്ടത്തെ പറ്റിയുള്ള ഓരോ വിവരങ്ങളും ദിവസേന പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അവൾ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ്, ആ മുഖം കണ്ടാൽ അറിയാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ശ്രീകാന്തിനോട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ശ്രുതി ഭയങ്കര ടെൻഷനിൽ മുറിയിലോട്ട് പോവാണ്. ശ്രുതി അവിടെ ഉണ്ടാവേ ശ്രുതിനോട് ഡയറക്റ്റായിട്ട് തന്നെ ശ്രുതി ഈ കാര്യം ചോദിക്കുവാണ്. ശ്രുതി, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുവാണേ, നിന്റെ അച്ഛൻ ശരിക്കും ഒരു കോടീശ്വരൻ തന്നെയാണോ? മലേഷ്യയിലെ പണക്കാർ തന്നെയാണോ നിങ്ങളെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കേൾക്കുമ്പോഴേക്കും ശ്രുതി വല്ലാണ്ടാവുകയാണേ. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, നീ ആദ്യം പറ, നിങ്ങൾ കോടീശ്വരി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി പെട്ടെന്ന് വന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിക്കണുണ്ടെങ്കിൽ ആരോ എന്തോ ശ്രുതിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണേ, എല്ലാം ആ സച്ചി എന്നോട് ചോദിക്കുക, നീ ശരിക്കും ഒരു കോടീശ്വരൻ്റെ മോള് തന്നെയാണോ എന്ന്. സച്ചിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് തോന്നി സച്ചി ആയിരിക്കും ഇതിൻ്റെ പിറകിലെന്ന്. സച്ചിയുടെ വാക്കും കേട്ടാണോ ശ്രുതി ഇപ്പം എന്നെ ഇവിടെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അവൻ്റെ വാക്ക് കേട്ടിട്ടൊന്നുമല്ല, എനിക്ക് നിന്നോട് ചോദിക്കണം തോന്നി. അത് വിട്, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നീ എന്തിനാ ആൻ്റണിയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് കാശ് മേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നുകൂടെ വല്ലാതാവുകയാണ്. ഇത് ശ്രുതിനോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതും സച്ചി തന്നെയാ പറഞ്ഞത്, ആ ശരത്തും ആൻ്റണിയും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, അവൻ വഴി അറിഞ്ഞതാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്, എന്ത് കള്ളം പറയുമെന്ന്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ പലിശയ്ക്ക് പൈസ മേടിച്ചോ ഇല്ലയോ, അത് പറ ശ്രുതി, മേടിച്ചെങ്കിൽ തന്നെ എന്തിനാ അവനെപ്പോലുള്ള റൗഡികളുടെ കയ്യിൽ നിന്നും മേടിക്കുന്നതെന്ന് ചോദിക്കുവാണ് ശ്രുതി അപ്പം പറയുന്നുണ്ട്, പലിശയ്ക്ക് പൈസ മേടിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ആൻ്റണി ഗുണ്ടയൊന്നും അല്ല എന്ന് പറയും. എല്ലാവരെയും തല്ലി നടക്കുന്ന ശ്രുതിയുടെ അനിയനാ സച്ചി, അവനാണ് ഗുണ്ട എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. സച്ചിയും ആൻ്റണിയും തമ്മിൽ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് വെച്ചിട്ടാണ് സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. കുറ്റം മൊത്തം സച്ചിയുടെയും രേവതിയുടെയും തലയിൽ കെട്ടിവെച്ചിട്ട് ആ ശ്രുതിയുടെ മനസ്സിലുള്ള ആ സംശയങ്ങളൊക്കെ തീർക്കാൻ നോക്കുവാണ് ശ്രുതി. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ആ രേവതി എന്തെങ്കിലും സച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതായിരിക്കുള്ളൂ സച്ചി ഇങ്ങനെയൊക്കെ വന്ന് ശ്രുതിനോട് പറഞ്ഞത്, നമുക്കിടയിൽ വഴക്കുണ്ടാക്കാൻ നോക്കിക്കുക അവരെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി അപ്പോഴും ചോദിക്കുന്നുണ്ട്, ശരി, നീ എന്തിനാ ഇപ്പോൾ പലിശക്ക് പൈസയൊക്കെ മേടിക്കുന്നേ, എന്നിട്ട് എന്നിൽ നിന്നും എന്തിനാ അതൊക്കെ മറച്ചു വെച്ചെന്നൊക്കെ ശ്രുതിനോട് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, കല്യാണത്തിന് മുമ്പ് ഞാൻ ആരിൽ നിന്നും ഇങ്ങനെ കടമൊന്നും മേടിച്ചിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മീരയോട് ചോദിക്കും, അല്ലാതെ വേറെ ആരോടും ചോദിക്കാറില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പൈസയൊക്കെ ഞാൻ പലിശയ്ക്ക് മേടിക്കുന്നത്. അതും ശ്രുതി ജോലിയില്ലാതെ ഒരുപാട് നാൾ ഇവിടെ ഇരുന്നായിരുന്നില്ലേ, വീട്ടിൽ പൈസയും കൊടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പൈസ കടം മേടിച്ചതാണ് ശ്രുതി പറയുന്നുണ്ട്. ഇതൊക്കെ ശ്രുതിക്കൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ശ്രുതി അങ്ങോട്ട് ചോദിക്കുവാണ് ശ്രുതിനോട്. ഇല്ല ശ്രുതി, നീ ടെൻഷൻ ആവണ്ട, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും നിന്നെപ്പറ്റി പറയുമ്പോഴേക്കും എനിക്ക് അവരുടെ അടുത്ത് പറയാൻ മറുപടി കിട്ടുന്നില്ല. ആദ്യം നീ ആരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ കടം മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ലിസ്റ്റ് പറഞ്ഞതാന്നൊക്കെ പറയുവാണ് ശ്രുതി.
ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുവാണേ. ഓ, ലിസ്റ്റ് വേണോ ശ്രുതിക്ക്? ശരി, ലിസ്റ്റ് തരാം. എന്നിട്ട് ആ കടമൊക്കെ ശ്രുതി തിരിച്ചടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി മിണ്ടാതെ നിൽക്കുന്നത്? ശ്രുതിക്ക് അതൊന്നും തിരിച്ചടക്കാൻ സാധിക്കില്ല. എന്നിട്ട് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു, ഞാൻ കടം മേടിച്ചോ, കോടീശ്വരൻ്റെ മകളാണോ എന്നൊക്കെ. ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരാളിൽ നിന്നും പോലും പൈസ മേടിച്ചിട്ടില്ല. എൻ്റെ അച്ഛനൊരു കോടീശ്വരനാ. ഇപ്പോൾ കടം മേടിക്കാനുള്ള കാരണങ്ങളൊക്കെ ശ്രുതിയാ. അതും വേറൊരാളുടെ വാക്കും കേട്ട് ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. ശ്രുതിക്ക് എന്തെങ്കിലും സ്വയമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിത്തെറിക്കുവാണ് ശ്രുതിനോട്. ശ്രുതി ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ടോണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചിനെയും രേവതിയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നീ പാലറേട്ടത്തിയോട് ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചായിരുന്നു. ആൻ്റണിയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് പൈസ മേടിച്ചു എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ ഒന്ന് മാറിയായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു മറുപടി? മേടിച്ചു എന്നാണോ പറഞ്ഞത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, മേടിച്ചു എന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ആരാ ഇത് പറഞ്ഞെന്നാ ചോദിച്ചത്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ ചോദ്യത്തിൻ്റെ അർത്ഥം പാലറേട്ടത്തി പലിശയ്ക്ക് പൈസ മേടിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുപോട്ടെ, ആൻ്റണിയാണ് വീഡിയോ റിലീസ് ചെയ്തതെന്നുള്ള കാര്യം നീ പാലറേട്ടത്തിയോട് പറഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു റിയാക്ഷൻ എന്ന് ചോദിച്ചപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് പറഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖം മൊത്തത്തിൽ മാറി, വേർത്ത് കുളിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പലിശയ്ക്ക് പൈസ മേടിച്ച കാര്യം ചോദിച്ചപ്പോൾ പോലും ഇത്രയ്ക്ക് മുഖം മാറിയില്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങിയപ്പോഴേക്കും വർഷ വരെ ചോദിച്ചു, എന്താ ഇങ്ങനെ ശ്രുതി ചേച്ചി വിയർക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചൂടായത് കാരണം വിയർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെന്താ വീഡിയോ റിലീസ് ചെയ്തത് ആൻ്റണിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും പാലറേട്ടത്തി വേർക്കാൻ കാര്യം, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ട് രേവതി എന്നൊക്കെ സച്ചി ഉറപ്പിച്ച് പറയുവാണ്. വീഡിയോ റിലീസായതിൽ പാലറേട്ടത്തിക്കും നല്ല പങ്കുണ്ടെന്ന് സച്ചി ഉറപ്പിക്കുവാണ്. അതൊക്കെ പോട്ടെ സച്ചിയേട്ടാ, അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? 30 ലക്ഷം അടിച്ചു മാറ്റിയ ആ വിശ്വനാഥനെ കണ്ടുപിടിക്കണ്ടേന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടുപിടിക്കണം രേവതി. അതിന് നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ക്ലൂ ആ സീരിയൽ നടന. നമുക്ക് നാളെ തന്നെ അയാളെ പോയി കാണണം എന്നൊക്കെ പറയുവാണ് രേവതിയോട്. രാവിലെ തന്നെ പോവാം, നിനക്ക് പൂ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു തീർക്കുക, അത് കഴിഞ്ഞ് നമുക്ക് അയാളുടെ വീട്ടിലോട്ട് പോവാം, വീടൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുവാണ് സച്ചി. അപ്പോൾ രേവതിയും സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചിൻ രേവതിയും ഈ സീരിയൽ നടൻ്റെ വീട്ടിലോട്ട് പോവാണേ. ബെല്ലടിക്കുമ്പോഴേക്കും ഇയാൾ വന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ, ഞാൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ് സാർ. സാർ അഭിനയിച്ച എല്ലാ സീരിയലും ഞാൻ കാണാറുണ്ട്, പരസ്യങ്ങളിലും സാർ അഭിനയിച്ചിട്ടില്ലേ, സൂപ്പറാണ് സാർ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര സന്തോഷമാവാണ്. അകത്തോട്ട് വാന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ച് അകത്തോട്ടൊക്കെ ഇരുത്തുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഞാൻ സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര ഫാനാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞ സീരിയൽ നടൻ സമ്മതിക്കും. എന്നിട്ട് ഇവർ 3 പേരും ചേർന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഞാനൊരു ദിവസം ട്രിപ്പിന് പോയപ്പോഴേക്കും സാറിനെ ആ ഹിൽ ടോപ്പിൻ്റെ അടുത്തുള്ള ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്തോട്ട് ഓടി വരാൻ പോയപ്പോഴേക്കും സാറ് കാറിൽ കയറിപ്പോയി എന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, ആ ഹിൽ ടോപ്പിലുള്ള ബംഗ്ലാവോ, അതെൻ്റെ സ്ഥലമല്ല, അതൊരു വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണ്, ഞാൻ അയാളെ കാണാൻ വേണ്ടി പോയതാന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത്. പുതിയൊരു സിനിമ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനും ഇടയ്ക്ക് അയാളെ കാണാൻ വേണ്ടി വീട്ടിലോട്ടൊക്കെ പോകാറുണ്ട്. ആ ബംഗ്ലാവ് വിൽക്കാനിട്ടിരിക്കുക, അറിയാവുന്ന പാർട്ടീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഈ വിശ്വനാഥൻ ഒരു ഫ്രോഡാണെന്ന്, അത് അയാളുടെ വീടൊന്നും അല്ലായിരുന്നു എന്നൊക്കെ ഈ ശ്രീകാന്ത് പറയുമ്പോഴേക്കും സച്ചിൻ്റെ യുവതി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. അയാൾ ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയാളായിട്ടുള്ള കോണ്ടാക്റ്റ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി മനസ്സിലാക്കുന്നുണ്ട് ഈ ശ്രീകാന്തിന് ഇതിൽ ഒരു പങ്കുമില്ലാന്ന്. ഇപ്പോൾ അയാൾ ഇവിടെയൊന്നും കാണാനൊന്നുമില്ല, ഏതോ ഒരു മണ്ടനെ പറ്റിച്ചിട്ട് അയാൾ നാട് വിട്ടു എന്നൊക്കെയാണ് കേൾക്കുന്നതിനൊക്കെ ഈ ശ്രീകാന്ത് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ, ആ മണ്ടൻ വേറെ ആരുമല്ല, ആ മണ്ടൻ എൻ്റെ ചേട്ടനാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചി എന്തായി പറയുന്നതെന്ന് ചോദിക്കുവാണേ. അതെ സാർ, അത് അയാളുടെ വീടാണെന്ന് വിശ്വസിപ്പിച്ച് 30 ലക്ഷം രൂപയാണ് എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഈ വിശ്വനാഥൻ അടിച്ചു മാറ്റിയത്. തൻ്റെ ചേട്ടൻ ഇത്രക്കൊരു മണ്ടനാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവനിത്തിരി അത്യാഗ്രഹം കൂടുതലാണ് സാർ, 5 കോടി രൂപയുടെ വീട് 3 കോടിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ എളുപ്പം അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിച്ചതാണ്. ഞങ്ങളിപ്പോൾ ആ വിശ്വനാഥനെ തപ്പിക്കൊണ്ടിരിക്കുക, സാറിന് അയാളെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് അയാളായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് 2-3 തവണ കാണാൻ പോയിട്ടുണ്ട്, അല്ലാതെ അയാളെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നെ അയാളുടെ നാട് ഒരിടക്ക് ഫോൺ ചെയ്യുന്ന ടൈമിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുവാണ്, അതല്ലാതെ അയാളെപ്പറ്റി എനിക്ക് വേറൊന്നും അറിയില്ല എന്ന് ശ്രീകാന്ത് പറയുവാണ്. ഈ പൈസ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സർ അവർ, അയാളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് സച്ചി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.